பிரதமர் மோடி அவர்களே, உங்களுக்கு என்னுடைய வேண்டுகோள், இந்திய வளர்க்கிறதை விட இந்தியா வளர்க்க பாருங்க. எத்தனை ஆயிரம் கோடி செலவழிச்சாலும் சமஸ்கிருதத்தை வளர்க்க முடியாது. மக்களால் பேசப்படாத மொழியை வளர்க்க கோடி கோடியாக கொட்டி குவிப்பீங்க. உலகமெங்கும் பல நாடுகளில் அரசு அங்கீகாரத்தோடு மக்களால் பேசப்படுகிற எங்க தமிழ் மொழிக்கு ஓரவஞ்சனை செய்வீங்களா? நாடு இப்ப என்ன நிலையில் இருக்கு? பிரதமர் அவர்களே, ஜிடிபி எனப்படும் இந்திய நாட்டினுடைய உள்நாட்டு உற்பத்தியை என்னவா வச்சிருக்கிறீங்க? கடந்த அக்டோபர் டிசம்பர் ஆகிய 3வது காலாண்டுல 6.8 விழுக்காடா வளரணும்னு சொன்னாங்க. ஆனா 6.2 விழுக்காடு தான் வந்திருக்கு. இதுதான் உங்களுடைய வளர்ச்சி இந்தியாவா? அமெரிக்க டாலருக்கு நிகரான இந்திய ரூபாய் மதிப்பு சரிஞ்சு படுபாதளத்துக்கு போகுது. 2014ஆம் ஆண்டு நீங்க ஆட்சிக்கு வரும்போது அமெரிக்க டாலருக்கு இணையான இந்திய ரூபாயினுடைய மதிப்பு 58 ரூபாய் 47 பைசாவா இருந்துச்சு. இப்போ 2025ஆம் ஆண்டு 87 ரூபாய் 99 பைசா ஆயிடுச்சு. இதுதான் இந்தியாவுக்கான வளர்ச்சியா? அமெரிக்க பொருள்கள் மீது விதிக்கிற கூடுதல் வரியை குறைக்க இந்தியா ஒத்துக்கிட்டாங்கன்னு அந்த நாட்டினுடைய அதிபர் வெளிப்படையா பேட்டி அளிச்சிருக்கிறார். இது அவமானம் இல்லையா? இந்தியாவுக்கு இருக்க மதிப்பு மரியாதை இதுதானா? இந்தியாவுடைய மதிப்பை உயர்த்த நீங்க எடுத்த நடவடிக்கை என்ன? 2 ஆண்டுகளா மணிப்பூர் 10 எரியுது, 250 பேர் பலியாக இருக்காங்க. 2 நாட்களுக்கு முன்னாடி கூட வன்முறை நடந்திருக்கு. இதை தடுக்க ஒரு சிறு திரும்பை கூட ஒன்றிய பாஜக அரசு போடல, நடவடிக்கை எடுக்கல. நாங்க ஆட்சிக்கு வந்தா. ഹലോ മിസ്റ്റർ സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ അണ്ണ, ഞാനൊരു കാര്യം പറയട്ടെ അണ്ണ. അണ്ണന് വിഷമമൊന്നും തോന്നല്ലേ കേട്ടാ അണ്ണ. അണ്ണ ഈ നമ്മുടെ കേരളത്തിൽ ഈ കല്യാണം കഴിച്ച് ആദ്യമായിട്ട് ഈ അമ്മായിയുടെ വീട്ടിലൊക്കെ പോകാൻ പറ്റില്ലേ, ഈ അമ്മായി മരുമോനെ അങ്ങോട്ട് സൂപ്പിച്ച് നന്നായിട്ട് ഫുഡും കാര്യങ്ങളൊക്കെ തരും. അപ്പൊ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഈ അമ്മായിയുടെ കുടുംബക്കാരെ അമ്മായിയുടെ വീട്ടുകാരെയൊക്കെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അങ്ങ് പറയും, പക്ഷെ എന്റെ അമ്മ അവിടെ നിന്ന് തിന്നാൻ വയ്യ, എന്റെ പൊന്നിയെ വയറ് ചാടിയിട്ട് പൊട്ടിയിട്ടാളെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നാളങ്ങോട്ട് പറയും. അതുപോലെയാണ് ഈ അണ്ണന്റെ ഇപ്പോഴത്തെ ഈ പ്രകസനങ്ങൾ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അപ്പൊ അണ്ണന് ഞാനൊരു കാര്യം ഓർമ്മിച്ചു. അണ്ണൻ പറഞ്ഞു കേരളത്തിലെ എല്ലാ വികസനങ്ങളും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരെ കൊണ്ടുവന്നതാണ്. അങ്ങനെയാണെങ്കിൽ അണ്ണൻ BJP-യിലായിരുന്ന സമയത്ത് നമ്മളെ സുരേന്ദ്ര അണ്ണൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയോ? 6 വരിപ്പാത അത് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ കേരളം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രിയാണ് സഖാവ് പിണറായി വിജയൻ. ആ 6 വരിപ്പാത പൂർത്തിയാവാൻ പോവുകയാണ്. സ്ഥലമെടുപ്പെല്ലാം കഴിഞ്ഞ് പണി പൂർത്തിയായി ഏകദേശം ഈ ഡിസംബർ ആകുമ്പോൾ തുറന്നു കൊടുക്കും. അപ്പൊ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 വരിപ്പാതയുടെ ജോലി ഉണ്ടായിരുന്നല്ലോ, ഇത് അന്ന് ഈ ഉമ്മൻചാണ്ടി സർക്കാർ, അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ ഭരണകാലത്ത് വേണ്ടാന്ന് വെച്ചൊരു പരിപാടിയായിരുന്നു ഈ 6 വരിപ്പാത. സ്ഥലമെടുപ്പും പറ്റൂല, അങ്ങനെ കുറെ ബഹളങ്ങളൊക്കെ ആയിട്ട് മാറ്റി വെച്ച പരിപാടി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ 2016 അധികാരത്തിലേക്ക് കയറിയപ്പോഴാണ് ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായി കേട്ടാ. ഈ വരുന്ന ഡിസംബറിൽ തുറന്നു കൊടുക്കുമെന്നാണ് നമ്മുടെ മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് ആര് കൊണ്ടുവന്നാണെന്നാ, എന്തിനാ നിങ്ങൾ ഈ പറയണത്? പിന്നെ കണ്ണൂർ എയർപോർട്ട് ഉമ്മൻചാണ്ടി സാർ തന്നെയാണ് കല്ലിട്ടത്, പക്ഷെ അതിന്റെ പണിവെല്ലാം പൂർത്തിയാക്കിയാണ് ഈ ഉദ്ഘാടനം കൊണ്ടുവന്നത്. റൺവേ ഇല്ലാത്തടത്ത് ഫ്ലൈറ്റ് ഓടിച്ചിറക്കിയിട്ട് അത് ഉദ്ഘാടനം എന്ന് പറഞ്ഞു. ഇത് രാഷ്ട്രീയമായിട്ട് തോന്നണ്ട കേട്ടാ. നമ്മളെ സന്ദീപ് അണ്ണന് കൊടുക്കാനുള്ള ഒരു മറുപടിയാണ്. അണ്ണാ അമ്മായിയുടെ വീട്ടിൽ നിന്ന് ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ അണ്ണാ അത് കഴിച്ചോ, പക്ഷെ ഓവറായിട്ട് വന്നിട്ട്